ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസാണ്. ലെറ്റ്സ് പ്ലേ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ഇറ്റ്സ് എ ബോറിംഗ് സീരീസ് എന്നിടാം പേരിൻ്റെ കേട്ടോ. എന്നാലും ഇത് ലെറ്റ്സ് പ്ലേ ആണ്. ലെറ്റ്സ് പ്ലേ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. ഓക്കെ, അപ്പോഴത്തെ ഒരു സാപ്ലിങ് തന്നെ കിട്ടി. സീൻ തന്നെ. പശുമ്പ അവിടെ നിൽക്ക്. നിനക്ക് യൂട്യൂബ് വരണോ? യൂട്യൂബിൽ ഇങ്ങോട്ട് നോക്കി സ്മൈൽ കൊടുത്തൊരു ചീസ് എന്നാൽ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ എൻ്റെ പശുപ്പേൻ്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കട്ടെ. ഓ ഇതൊക്കെ എന്നതാ വരുന്നില്ല. പശുമ്പ മുഖം കാണിക്ക്. നാട്ടുകാരെ ചോദിക്കുന്നത് നിനക്ക് നാണമാണ്. ഇവന് നാണം കേട്ടോ. ഇവന് നീ അവിടെ സഫക്കേറ്റ് ചെയ്യാൻ വരുത്. അവിടെ തന്നെ കിടക്കാം. ഇങ്ങോട്ട് പശുമ്പ അവിടേക്ക് ഒരിക്കട്ടെ. അവിടെ നിന്നോണം. എങ്ങോട്ടേലും മാറി പോല് ഇറങ്ങിയില്ലേ. എനിക്ക് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല കൈ. നീ തീർന്നതാണ്. വടി വെച്ചടിക്കാവോ? വടി വെച്ചടിക്കാൻ പറ്റൂലേ? ഓട്ടെ അവിടേക്ക്. നീ തീർന്നതാണ്. അടിച്ചിട്ടൊരു എഫക്റ്റ് ഇല്ലല്ലോ. ഇതെങ്ങോട്ടേ ഓടുന്നേ? കണ്ടാലും ലാഗ് അടിക്കുന്നു ഗീസ്. എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സ്ഥലത്ത് നിൽക്കത്തില്ലല്ലേ? നീ നിൽക്കത്തില്ലേ? ഒരടിയും കൂടെ അവിടെ എന്തൊരിത് ഇത്. ഒരിടത്ത് നിൽക്കുമെങ്കിൽ ഞാൻ എന്നെ അടിക്കില്ല. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഈ പ്രാന്ത് വെച്ച് കുറേ നേരമായിട്ട് എന്നെ പടി കൊണ്ട് അടിച്ചിട്ട് ചാവണമില്ല. ഞാൻ പിന്നെ ആക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. വുഡൻ ആക്സ്. അവിടെ നിൽക്ക്. ചാടി അടിക്കട്ടെ. അങ്ങനെ കണ്ടല്ലേ. ഈ ചിക്കൻ മാറ്റി വെച്ചേക്കാം. എനിക്ക് ഫേവറേറ്റ് എൻ്റെ പശുവിൻ്റെ ചിക്കനായിരുന്നു. അമ്മിണി പശുവിൻ്റെ എന്നാ അമ്മിണിന്നില്ല, അമ്മിണി ചേച്ചി. അയ്യോ, അമ്മിണി പശു അമ്മിണി പശു. എൻ്റെ അമ്മിണി പശുവിൻ്റെ ചിക്കന്. ഞാൻ അങ്ങോട്ട് പോവും. എൻ്റെ അടുത്ത് ആകെയുള്ള കുറച്ച് പൂക്കളും കുറച്ച് മരങ്ങളും മാത്രമാണ്. അല്ലാതെ ഇവിടെ ഒരു വില്ലേജോ അല്ലെങ്കിൽ ബെഡ് ഉണ്ടാക്കാനുള്ള സാധനം പോയിട്ട് ഞാൻ ഇന്നെന്തായാലും വല്ല മണ്ണിൻ്റെ അടി കിടന്നുറങ്ങേണ്ട വരും. റിവൈൻ്റെ അടിയിൽ എന്തോ കോളൊക്കെ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോറി, വെള്ളത്തിൻ്റെ അടിയിൽ. ഞാനിപ്പോൾ ചാവും. എടാ ഒരാടിനെന്താ ആടിനെന്താ നിങ്ങൾക്ക് ക്ഷാമോ? കുറച്ച് ഭക്ഷണം വേണം. എന്തായാലും രാത്രി ആടിനെ കിട്ടൂല. ഇതിനെടുത്ത് തോന്നൂടെ? നൈസ്. ഈ തടി കൊണ്ട് മുന്നോട്ട് പോയാൽ മതിയോ മച്ചാനെന്ന് പറഞ്ഞ അവസ്ഥയാണ്. തടിയിൽ നിന്നൊരു അപ്ഗ്രഡേഷൻ എനിക്ക് വേണം. ചത്തില്ലേ? ചാവടാ. എനിക്ക് ഭക്ഷണം തന്നിട്ട് പോടാ. അങ്ങനെ വേണം. അനുസരണയുള്ളവനായിരിക്കും. ഞാനാ കാണുന്നത് എന്തൊരിത്? മരം തന്നെ. അതെ അതിനെ സാധനം എന്തോ എൻ്റെ പൊന്നെ, ഈ സാലിൻ്റെ ഭാഗ്യമുള്ളത് തന്നെ കേട്ടാ. അങ്ങനെ വേണം. അവിടെ നിൽക്ക്. ഇവിടെ ഇത് സീന. ഞാൻ സാൻഡ് നോക്കി. ഞാൻ സാൻഡ് ആടാന്ന് വിചാരിച്ചു വന്നാ. നോക്കി വന്നപ്പം അയ്യോ എൻ്റെ അടുത്ത ഷീപ്പ് അതേ നിൽക്കുന്നത്. കൃത്യം 3 ബെഡ്. ഇവന്മാരെ ബെഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഷീപ്പിൻ്റെ അയ്യാങ്കളിയായിരിക്കും. അതങ്ങനെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഭാഗ്യം. നമ്മുടെ ആദ്യത്തെ ഗോളായിരുന്നു. നമ്മൾ ഗോളൊന്നും പറഞ്ഞില്ല, എന്നാലും ആദ്യത്തെ ഗോളായിരുന്നു ബെഡ് കിട്ടി. നമുക്കെന്തായാലും എടുത്തത് കുറേ സ്റ്റോൺ പിക്കാക്സും ആക്സും ഒക്കെ ഉണ്ടാക്കാം. സോഡൊക്കെ ഉണ്ടാക്കാം. ഇനി കുറേ വലിയ യുദ്ധങ്ങളിലാണ് നമ്മളെടുത്തോട്ട് വരുന്നത്. വലിയ യുദ്ധങ്ങൾ നമ്മൾ നേരിടുന്നത്. വലിയ മഹായുദ്ധങ്ങളാണ്. ഇതുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ അയ്യാങ്കളിയായിരിക്കും. എന്നാലും നമുക്ക് ഭക്ഷണത്തിന് പിന്നെ ചാവടാ. നീ ജീവിക്കണ്ട.
ഇവിടെ ഒന്നുമില്ല. അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവാം. കേവേ 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 എന്തിനാ അത്? അപ്പോൾ ഹലോ ഗൈസ്, വീണ്ടും ഞാൻ വന്നിരിക്കുന്നു. കുറച്ച് കോൾ കിട്ടി, 45 എണ്ണം. ഇനി പണിയെടുക്കുന്നില്ല ഞാൻ വെച്ചു. പിന്നെ ഒരായണോടെ എക്സ്ട്രാ കിട്ടി. പിന്നെ ഒരു ഭ്രാന്ത് സ്കെൽട്ടൻ ഈ സൈഡിൽ വന്നിപ്പുണ്ട് ഗൈസ്. അവനും ഭ്രാന്ത, അവൻ്റെ വീട്ടുകാർക്കും ഭ്രാന്ത. ഓ തലവേന എടുക്കുന്നു. നിൽക്കാം. ഈ മുടിയൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, മുടിയൊക്കെ സെറ്റാ. ഫ്രണ്ടിലോട്ട് കിടപ്പുണ്ട്. അലക്സ് സീന. നമുക്ക് വില്ലേജിലോട്ടുള്ള യാത്ര തുടങ്ങണം. ഇപ്പം തന്നെ തീർന്നേനെ. ഓക്കെ, ശാന്തം കാണരുത്. വെട്ടിയെടുത്ത് പോവാം. നീ പോടാ പോയി മൂഞ്ചടാ. ഓക്കെ ഗൈസ്, രക്ഷപ്പെട്ടു. എന്നാ ഡാർക്കോക്കോ? ഈ ഡാർക്കെല്ലാം കൂടെ എന്നെ തൂക്കും. വള്ളിയാവും ഇങ്ങനെ. കുറച്ച് ഡാർക്കൊക്കെ വെട്ടിയെടുക്കട്ടെ. നമുക്ക് വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം. ഇതെടുത്ത് എൻ്റെ കിങ്ങിണി പശുവിൻ്റെ ചിക്കൻ. ഞാൻ പിന്നെ കുറച്ച് കോബിൾ സ്റ്റോണും കയ്യിലെടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ് എന്ന് പറയാം. ഇനി ഇത് കിങ്ങിണി പശുവിൻ്റെ ഇത് വെക്കാൻ ഒരു ചെസ്റ്റ് വേണം. അത് ഞാൻ ഇവിടെ ഒളിപ്പിച്ചില്ല. ഞാനൊരു ടോപ്പിൽ വെക്കും, ടോപ്പ് ടക്കറാക്കും. ഞാൻ കൊന്നത് എന്നെ ചുമ്മാ ആവശ്യമില്ല ചൊറിഞ്ഞുകൊണ്ടാണ്. കിങ്ങിണി പശു എത്തുപോയി. ഓക്കെ, ഹണീബീൻ്റെ ഫാമൊക്കെ തുടങ്ങാമല്ലോ. ഹണീബി കോങ് ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയാണോ വിളിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഹണീബീൻ്റെ ഹൗസ് ഒന്ന് വിളിക്കാം. ഹണീബിയുടെ വീടൊന്ന് പൊട്ടിച്ചാലോ? ഇത് കൊല്ലട്ടടാ നിന്നെ, ഇതെടുക്കട്ടടാ ഞാൻ. തേനൊക്കെ നിറഞ്ഞു. അയ്യോ, എൻ്റെ 2 അയണുണ്ടല്ലോ. ഇങ്ങനത്തെ എന്തോ പൂക്കളം പോലത്തെ സാധനം കിട്ടത്തില്ലേ? പൂ പോലെ അടിക്കുന്നേ അല്ലേ? ഹണിയുടെ എന്തോ സാധനമല്ലേ കട്ട് ചെയ്തെടുക്കുമ്പോൾ? വെട്ടി ഇങ്ങനെയാണ് എടുക്കുമല്ലേ? ഓ, അവിടെ ഉണ്ടോ? അടുത്തടുത്ത് 2 ഹണീബിയുടെ വീടാ. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഞാനാദ്യമായിട്ടാണ് അറിയുന്നത്. എന്നാലും നമുക്ക് നോക്കാം. നിൽക്കേ, മരത്തിൻ്റെ മുകളിൽ കൂടെ പോകാം. ഓക്കെ, ക്ലച്ച് അടിച്ച് നോക്കാം. എത്തി. പിന്നല്ല പാർക്കോർ കിങ്. ഇതുവരെ ഞാൻ പാർക്കോർ മര്യാദ കംപ്ലീറ്റ് ചെയ്തിട്ട് പോലില്ല. എന്നിട്ട് ഞാൻ പാർക്കോർ കിങ് പോയി. ഞാൻ മരത്തിൻ്റെ മുകളിൽ കൂടെ സീനായിട്ട് പാർക്കോർ ചെയ്യും. അതെന്ത് സാധനം കത്തുന്നത്? സൂം ചെയ്യാൻ പറ്റുന്നില്ലേ? ഏത് ബട്ടൺ പിടിച്ച് സൂം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പതുക്കെ നടന്നു പോകാം. അല്ല, ചത്ത് കഴിഞ്ഞ അടുത്ത്. അത് പൂവായിരുന്നു. ഈ പൂക്കളെ കൊണ്ട് വലിയ കഷ്ടമായില്ലേ. ഓക്കെ, അടുത്ത മരം ഒരു മരം തന്നെ അല്ലേ? ഇനി മരത്തിൽ നിന്ന് അടുത്ത മരത്തിലൂടെയാണ്. അങ്ങോട്ട് ചാടാൻ പറ്റുമോ? അത്ര ഹീറ്റിൽ പറ്റുമോ? നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ. പിന്നെ അല്ല, ഞാൻ ഒരു പാർക്കൂർ കിങ് തന്നെ. ഒരു രക്ഷയില്ല. പ്രശംസയൊക്കെ ഞാൻ തന്നെ കൊടുക്കണം. ബാഗ് ഇവിടെ ആരായിട്ട് കൊണ്ടുപോയി വെച്ചത് അയച്ചാൽ തന്നെ. ഓക്കെ, അടുത്ത പാർക്കോർ കിങ്ങിൻ്റെ കളികൾ നിങ്ങളിനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം സെറ്റായി. പാർക്കോർ കിങ് ഇപ്പം മൂഞ്ചുന്നതാണ്. ഇപ്പം മൂഞ്ചി തന്നെ. അവർക്ക് എല്ലാവരും ക്യാമറ ഒക്കെ വെച്ച് റെഡി ആയിട്ടിരുന്നു. പാർക്കോർ കിങ് ഇപ്പം സീനാക്കും. 1 2 3. പാർക്കോർ കിങ് തന്നെ ഞാൻ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കിതിൻ്റെ രോമാഞ്ചം വരുന്നത്. ഞാൻ ഒരു പാർക്കോർ ദൈവം തന്നെ കേട്ടാ. കണ്ടാ ചോദിച്ചപ്പോൾ ഒന്നും തന്നില്ല. ഇപ്പം കെട്ട് കണക്കിന് കിടക്കുക. ഇവിടെ വല്ലതും വീടുണ്ടാക്കിയാലും നല്ല രസമുണ്ട് കാണാൻ കേട്ടാ. ഈ മരത്തിൽ നീ ലീഫ് പോയിട്ടുണ്ട്. ഇവിടെ ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങാടാ. എൻ്റെ പൊന്ന് മച്ചാനൊരു രക്ഷയില്ല. തുളയൊക്കെ നമുക്ക് മണ്ണിലൂടെ കെട്ടുമ്പോൾ ചടയ്ക്കാന്ന്. ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമാണ്. നമ്മൾ ഡാർട്ടൊക്കെ എടുത്തുണ്ട്. 2 വാതിലൂടെ വെച്ച് കിടക്കാൻ നിന്ന്. രക്ഷയില്ല, നമ്മൾ തീയും തന്നെ. ഒരു വീടും സെറ്റായി. ഞാൻ പാർക്കൂർ കിങ് തന്നെ കേട്ടോ. എനിക്കിത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു രക്ഷയില്ല കേട്ടോ. അതെന്തിനാ വെട്ടിക്കളഞ്ഞേ? പിന്നെ 4 ഡോറ് കുടുങ്ങി. അത് കെട്ടണ്ട. അടുത്ത ഡോറ് വെക്കാൻ ഞാൻ ആട്ടുകാരെ വിളിക്കേണ്ടി വരും. ഓ ഗൈസ്, നമുക്കൊരു പ്ലാറ്റ്ഫോം സെറ്റായിട്ടുണ്ട്. നമ്മൾ മരത്തിൽ ട്രീ ഹൗസ് സെറ്റാക്കി ഗൈസ്. ഇതൊരു കോളായിട്ട് എടുത്താലോ?
നമ്മൾ വില്ലേജ് കണ്ടുപിടിക്കുകയാണ് ശരിക്കും നമ്മുടെ ഗോള്. എന്നാലും നമ്മൾ ട്രീ ഹൗസ് കണ്ടുപിടിച്ചു. ഞാൻ ഒരു പാർക്കൂർ ദ്വീപ് വരുന്നു. രോമാഞ്ചം ഇപ്പോഴും നിൽക്കുന്നില്ല. പൊന്നേ, ഈ ഒരു സൈഡിൽ നിന്നിട്ട് നമുക്ക് ഈ മൂലക്കോട്ട് അങ്ങ് വെച്ച് സെറ്റാണ്. ഓക്കെ, റെസ്പോൺസ് സെറ്റ്. ഒരെണ്ണത്തിൽ 3 കിട്ടും. ഇതൊരു മാതിരി ഡോർ കണക്കാണല്ലേ. ഓക്കെ, ഒള്ളി ഫോർ കിങ്ങിണി പശു. അതൊക്കെ എങ്ങനെ അടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിങ്ങൾ വീഡിയോ പോസ്റ്റ് ആക്കാം. പക്ഷേ ഇത് ഓക്കെ അല്ലേ? ഒള്ളി ഫോർ. അയ്യോ, രാത്രി. രാത്രി കിടന്നിറങ്ങട്ടെ. എന്നെ നൈസാണ് ഈ വീട്. ഒരു രക്ഷയിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അടിക്കുക. ഈ വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അല്ല മാറണമെങ്കിൽ നിങ്ങൾ പറയാം. ബിക്കോസ് എനിക്കിനി വില്ലേജ് കണ്ടുപിടിക്കണമെങ്കിൽ പോകണം. ഈ വീട് വിട്ട് പോകാൻ തോന്നില്ല ഗൈസ്. ഇവിടെ തന്നെ കിടന്നാലേ ഡ്രാഗണൊക്കെ അതിൻ്റെ പാട്ട് പൊട്ടുന്നത്. നമ്മൾക്ക് ഇവിടെ കിടന്നുറങ്ങാമെന്ന്. ഇവിടെ ഞാൻ പാർക്കൂർ ദൈവമായതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ വീട്ടിൽ കയറാൻ പറ്റും. ചുമ്മാ പറഞ്ഞാണ്, പാർക്കൂർ ദൈവമൊന്നുമില്ല. എന്നാലും നല്ല രസമുണ്ട്. ഈ വീട് ഇനി ആര് പൊട്ടിക്കാൻ. എനിക്ക് നിൽക്കാം. മുകളിലോട്ട് കയറാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. മുകളിലോട്ട് ഞാൻ എങ്ങനെ കയറും? ഓക്കെ, ഇവിടെ ഇനി മിന്നലെല്ലാം അടിച്ച് കത്തിപ്പോയാലിത് എൻ്റെ വീടല്ലേടാ അപ്പം. ഇങ്ങനെയൊക്കെയാണ് പറയണ ഒരു വീട്. വെള്ളമൊക്കെ ഇവിടെ എങ്ങും ഒരു വില്ലേജ് പോലും ഇല്ലേ. എനിക്ക് അതിശയമായി തോന്നുന്നു. അത് പംകിനല്ലേ? ഈ പംകിൻ്റെ ഏതോ ഡയറക്ഷനിൽ പോയാൽ വില്ലേജ് കിട്ടുമെന്നൊക്കെ പറയുന്നത്. റിയൽ ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതുവരെ അറിഞ്ഞുകൂടാ. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് പൊള്ളിയായിട്ടുണ്ട്. പോയത് ലാവേ വീണ്. എനിക്ക് അത്രയ്ക്കും ബോധമില്ല. ഓക്കെ, മേളിലൊരു സിംഹാസനം. അല്ല, അത് വില്ലേജ് അല്ലേ? ഇത് കറക്റ്റാ? എൻ്റെ മോനെ, അത് വില്ലേജ് അല്ലേ? അല്ലേ, വില്ലേജ് അല്ലേ ഇത്? ഇവിടെ ഇല്ല. എൻ്റെ പൊന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വില്ലേജിടാ. എടാ, ഈ പംകിൻ്റെ സാധനം. എൻ്റെ പൊന്നെ, പംകിൻ്റെ സാധനം ശരിയായിരുന്ന. പൊന്നേ, ഒരു സിംഹാസനം എനിക്ക് വേണം. അതിനീടെ സിംഹാസനം. എനിക്ക് വില്ലേജ് ഫേസ് ചെയ്ത് നിൽക്കണം. ബിക്കോസ് അത്രയ്ക്കും ഞാൻ റിച്ചാണ്. റിച്ചിക്കിട്ടാണ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം. അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? ഇവിടെ 1 എണ്ണം തീർക്കാൻ പറ്റിയില്ല. എന്നാലും ഡാർക്ക് വെച്ച് സെറ്റാക്കാം. ഓക്കെ, നിങ്ങളെല്ലാം ദൈവം ഞാൻ. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തോ പറ്റി, മൈൻക്രാഫ്റ്റിന് എന്തോ പറ്റിയെന്ന് അറിയില്ല. ബട്ട് എനിക്ക് ശരിയാർത്ത പറ്റത്തില്ല. വീടെടുത്ത് കിട്ടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നാളെ ആ വില്ലേജിലോട്ടുള്ള എക്സ്പ്ലോറേഷൻ നടക്കും. ലൈക്കൊക്കെ ഒന്ന് ചുമ്മാ അടിച്ചേക്കുക. സബ്സ്ക്രൈബ് ബട്ടണൊക്കെ നശിപ്പിച്ചേക്കുക, അടിച്ചു പൊട്ടിച്ചേക്കുക. ഫോൺ മുമ്പിൽ കാണരുത്. പിന്നെ അടിച്ചു പൊട്ടിക്കരുത്. പിന്നെ അടുത്ത വീഡിയോ കാണണമെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ സിംഹാസനവും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങൾ. ബൈ ബൈ.